അടുത്തിടെ ഒരു സൗന്ദര്യ മത്സരത്തിൽ ചോദിച്ച ചോദ്യത്തെ വേദിയിൽ വച്ച് തന്നെ ട്രോൾ ചെയ്ത ഡാൻ ശ്രീനിവാസന്റെ വീഡിയോ വൈറലായിരുന്നു. മഞ്ജു വാര്യരെയാണോ കാവ്യ മാധവനെയാണോ ഇഷ്ടം എന്നായിരുന്നു ശോഭാ വിശ്വനാഥനും ലക്ഷ്മി നക്ഷത്രയും വിധികർത്താക്കളായ മത്സരത്തിൽ ചോദിച്ച ചോദ്യം. അടുത്തതായി ചോദിക്കാൻ പോകുന്നത് ദിലീപിനെയാണോ പൾസർ സുനിയാണോ ഇഷ്ടം എന്നാകും എന്നാണ് താൻ വിചാരിച്ചതെന്ന് ഡാൻ പറഞ്ഞത്. വീഡിയോ വൈറലായതിനു പിന്നാലെ സംഭവത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഈ ചോദ്യം നേരിട്ട മത്സരാർത്ഥി. മഞ്ജുവിനും കാവ്യയ്ക്കുമിടയിൽ താൻ തിരഞ്ഞെടുക്കില്ലെന്നും രണ്ടുപേർക്കും അവരുടേതായ രീതിയിൽ ശരികളുണ്ടെന്നും ജീവിതത്തിൽ വിജയിച്ചവരാണെന്നും വേദിയിൽ വെച്ച് മത്സരാർത്ഥി പറഞ്ഞു. താനും ഒരു സ്ത്രീയാണ്. അവരെ വിലയിരുത്തുവാൻ നിങ്ങളോ ഞാനോ ആരുമല്ലെന്ന് ഇവർ പറഞ്ഞു. കയ്യടിയോടാണ് പ്രേക്ഷകർ മറുപടി സ്വീകരിച്ചത്. എന്നാൽ ആരാണ് പ്രിയപ്പെട്ടതെന്ന് പറയാനായി ശോഭ നിർബന്ധിച്ചതിനാൽ മഞ്ജുവിനെ ഇഷ്ടമാണെന്നും മത്സരാർത്ഥി പറഞ്ഞു. ഇപ്പോൾ സമൂഹമാധ്യമത്തിൽ പങ്കെടുത്ത കുറിപ്പിൽ താൻ നേരിട്ട ചോദ്യം വളരെ നിരാശാജനകമായി തോന്നിയെന്ന് പറഞ്ഞു. പോൾവിൻ എലിസ പോൾ എന്ന സമൂഹമാധ്യമ അക്കൗണ്ടിൽ നിന്നാണ് പോസ്റ്റ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്നും എന്തിനാണ് സ്ത്രീകൾ എതിരെ നിൽക്കുന്നത്? പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇപ്പോൾ തന്നെ തങ്ങൾക്കായുള്ള ഇടങ്ങളായാലും ശബ്ദമായാലും മൂല്യമായാലും മത്സരിക്കേണ്ടി വരുന്ന ഒരു ലോകത്തിൽ ശക്തരും വിജയിച്ചവരുമായ രണ്ട് സ്ത്രീകളിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുക എന്നത് ബുദ്ധിക്കും കരുണയ്ക്കും ഇടയ്ക്ക് ഒന്നും തിരഞ്ഞെടുക്കാൻ പറയുന്നത് പോലെയാണ്. രണ്ടും എന്തുകൊണ്ട് ഒന്നിച്ച് തിരഞ്ഞെടുക്കാൻ പറ്റാത്തത്? രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കാൻ പറയുമ്പോൾ സ്ത്രീകൾക്ക് പരസ്പരം പോരടിക്കണം എന്ന പഴയ ചിന്താഗതിയെ തന്നെയാണ് നിങ്ങൾ വളർത്താൻ ശ്രമിക്കുന്നത്. ആ കഥയിൽ ഞാൻ ഭാഗമല്ല. എനിക്കത് തിരുത്തി എഴുതണം. അതുതന്നെയാണ് അന്നാ രാത്രി ചെയ്തതെന്നും വിചാരിക്കുന്നു. കുറിപ്പ് പോൾസ്വിൻ പറയുന്നു. കുറിപ്പിനൊപ്പം ശോഭയെ വിമർശിച്ച് പോൾഫിൻ വീഡിയോയും പങ്കുവച്ചു. ചോദ്യം ഉണ്ടാക്കിയത് ശോഭ വിശ്വനാഥനല്ല. എന്നാൽ ശോഭ ചെയ്ത തെറ്റേതാണ്. ഒരു സ്ത്രീയായിരിക്കെ മറ്റൊരു സ്ത്രീയോട് വേണ്ട രണ്ട് സ്ത്രീകളെപ്പറ്റി, അതും വിവാദത്തിലുള്ള രണ്ട് സ്ത്രീകളെപ്പറ്റി ചോദിക്കാൻ പാടില്ല എന്ന മിനിമം കോൺഫിഡൻസ് അവർക്കുണ്ടാവണം, പോൾ വില്ലൻ വിമർശിച്ചു. നിങ്ങൾ ഒരു ഇൻഫ്ലുവൻസർ ആവുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ പുതുതലമുറയ്ക്ക് ബാധിക്കുമെന്ന് ചിന്തിക്കണം. ഒരു ചോദ്യപേപ്പർ കാണുമ്പോൾ അത് വിവാദമാകാൻ മനസ്സിലാവുമ്പോൾ ചോദിക്കാൻ ഇരിക്കാനുള്ള ബോധമുണ്ടാകണം. സ്വയം ഒരു വിഡ്ഢിയാവരുത്. ധ്യാൻ ചേട്ടനാണ് ചോദ്യത്തിന് നല്ല മറുപടി കൊടുത്തതെന്നും പോൾ സ്വിൻ പറഞ്ഞു. മത്സ്യജീവിക്ക് തന്നെ ബാഗിൽ 2 നാരങ്ങ മിഠായി ആയിരുന്നുവെന്നും 3 മാസത്തെ അധ്വാനവും സമർപ്പണത്തിനും സമയത്തിനും പണത്തിനുമായി ഇതാണോ തരുന്നതെന്നും അവർ ചോദിച്ചു. നാരങ്ങ മിഠായിക്ക് വലിയ പഞ്ഞമൊന്നുമില്ലെന്ന് പോൾസൺ കൂട്ടിച്ചേർത്തു.